ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് എറ്റ്സി എന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എറ്റ്സി എന്നിട്ടുള്ളത് ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇൻ്റർനാഷണലി സെൽ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എറ്റ്സി ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തെവിടെ നിന്നും ഓർഡേഴ്സ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇൻ്റർനാഷണലി പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിനായിട്ട് നമുക്ക് പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പേയ്പാലിൻ്റെ വെബ്സൈറ്റ്, paypal.com/in/home എന്നുള്ള ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പേയ്പാലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പേയ്പാൽ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വെരിഫിക്കേഷനായിട്ട് അവർ ഒരു ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് സംഗതികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണലി പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു അക്കൗണ്ട് പേയ്പാൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പേയ്പാൽ എന്നത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് പേയ്പാൽ എന്നൊരു ഓപ്ഷൻ കസ്റ്റമേഴ്സിന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനേതായിട്ടുള്ള ഒരു വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓപ്ഷൻസ് പേയ്പാലിൽ സെല്ലേഴ്സിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഈ ഒരു വീഡിയോയുടെ സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വഴിയെ നമുക്ക് പരിചയപ്പെടാം ആ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് നമുക്ക് ഇതിനകത്ത് പേയ്പാലിൽ ക്രിയേറ്റ് ചെയ്യാം. ബിസിനസ് ഒന്നും ചെയ്യാത്തവർക്ക് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട്, അതായത് അയക്കാനായിട്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഫ്രീലാൻസറൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് പേയ്മെൻറ്റ്സ് മറ്റ് പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അയക്കാനായിട്ടും ബിസിനസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് അയക്കാനുള്ള ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഷോപ്പിങ്ങിന് പേ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കാർഡ് ഫ്രോഡുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് പേയ്പാൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സഹായകരമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ പുതിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നൽകേണ്ടതായിട്ടില്ല. അതിന് പകരം പേയ്പാൽ അക്കൗണ്ടിൽ നമുക്ക് സെക്യൂർ ആയിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡിൽ നിന്നുള്ള പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് മുൻകൂട്ടി ഒരു എമൗണ്ട് സെറ്റപ്പ് ചാർജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫീസായിട്ടോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് നമ്മൾ ഇപ്പോൾ ഒരു മന്ത്ലി നമ്മളൊരു ഇത്ര എമൗണ്ട് അടക്കണം എന്നോ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു സെറ്റപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ടോ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും യാതൊരു ചാർജസും വരുന്നില്ല. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് നമുക്ക് എത്ര എമൗണ്ട് ആണോ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് പേയ്പാലിൻ്റെ ഫീസായിട്ട് അവർ ഡിഡക്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ അടുത്തുനിന്ന് ആകെ വരുന്ന ഒരു ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ പോലും സിമിലർ മെത്തേഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ സ്റ്റെപ്സാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ പേയ്പാലിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് മുകളിൽ ബ്ലൂ ബട്ടൺ കാണാം, സൈനപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ ബിസിനസ് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ബിസിനസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാനിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ അടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ബിസിനസ് അക്കൗണ്ട് റിസീവ് ആൻഡ് സെൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ലുക്കിംഗ് ടു അക്സെപ്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മറ്റു ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. അല്ല ഇമെയിൽ ത്രൂ ആണ്, അതായത് ഇൻവോയ്സ് അയച്ചിട്ടാണ് പേയ്പാലിൽ നിന്ന് നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അല്ലെങ്കിൽ പേയ്പാലിൽ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ, പേയ്മെൻറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. ഇനി നിങ്ങൾ ഏതെങ്കിലും പുറമേയുള്ള മറ്റൊരു മാർക്കറ്റ് പ്ലേസ്, ഇപ്പോൾ എറ്റ്സി അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലെ മാർക്കറ്റ് പ്ലേസിലാണ് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. ഇനി അതല്ല നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാവുന്നതാണ്.
അതിനുശേഷം നിങ്ങളുടെ ആനുവൽ സെയിൽസ് വോളിയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റ് ജസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പേയ്പാലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ഷന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ഇതുപോലെ സൈൻ അപ്പ് ഫോർ എ ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് കിട്ടും. ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ലഭിക്കും. ചുരുങ്ങിയത് 8 ക്യാരക്ടേഴ്സ് മുതൽ മാക്സിമം 20 ക്യാരക്ടേഴ്സ് വരെയുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പേയ്പാലിൽ. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാപ്സ് ലോക്കിലും അതുപോലെ തന്നെ ലോവർ കേസിലുമുള്ള ലെറ്റേഴ്സ് അടിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു സിമ്പിളോ അല്ലെങ്കിൽ നമ്പറോ നമ്മൾ പാസ്വേഡിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ബിസിനസ് ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പർപ്പസ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് സ്യൂട്ടബിൾ ആവുന്ന രീതിക്കുള്ള സർവീസ് അല്ലെങ്കിൽ കാര്യം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ്. പിന്നെ വേണ്ടത് ഒരു പേയ്പാൽ CC സ്റ്റേറ്റ്മെൻറ്റ് നെയിമാണ്. അപ്പോൾ ഇത് ഇൻവോയ്സിലെല്ലാം ഇങ്ങനെ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേഴ്സണൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഒരു പേയ്പാൽ നെയിമും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു നെയിമും അതുപോലെ തന്നെ കുറച്ച് ലെറ്റേഴ്സുമായിട്ടുള്ള രീതിയിലൊരു യൂസർ നെയിമൊക്കെ പോലെ നമ്മൾ യൂസർ ID ഒക്കെ പോലെ ക്രിയേറ്റ് ചെയ്യില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് കീവേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് അവരത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ബിസിനസ് ഓണറിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. മിഡിൽ നെയിം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് നൽകാം. അതിനുശേഷം ലീഗൽ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഡേയും മന്തും അതുപോലെ തന്നെ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പ്രൈമറി കോൺടാക്റ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിൻകോഡാണ് ഫസ്റ്റായിട്ട് ചോദിക്കുന്നത്. നിങ്ങളുടെ പിൻകോഡ് നമ്പർ അടിച്ചു കൊടുക്കാം. അഡ്രസ് ലൈൻ 1 ചോദിക്കുന്നുണ്ട്. അഡ്രസ് ലൈൻ 1 അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനും അടിച്ചു കൊടുക്കാം. പിൻകോഡിൽ നിന്ന് തന്നെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ലോഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ബിസിനസ് ഇൻഫർമേഷൻ്റെ താഴെ പ്രൈമറി കോൺടാക്റ്റ് ഫോൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഏതാണോ നിങ്ങളുടെ പ്രൈമറി കറൻസി നിങ്ങൾക്ക് നൽകേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഏത് കറൻസി യൂസ് ചെയ്തിട്ടാണോ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ബിസിനസ് അഡ്രസ്സും ഹോം അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതിയാവും. അതിനുശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെ പറ്റി അവർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സെല്ല് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗുഡ്സ് ആണോ സർവീസസ് ആണോ മറ്റു കാര്യങ്ങളാണോ അല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പോൾ സെല്ല് ചെയ്യുന്നില്ല എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സർവീസസ് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വിൽക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഇല്ല ഇൻവോയ്സസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് മെയിലായിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ത്രൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. ഇനി ഇത് മൂന്നും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ചോദിക്കുന്നത് നമുക്ക് PayPal.me എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീടും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനോട് തുടർച്ചയായിട്ട്, അതായത് ഇനീഷ്യലി നമ്മൾ ഈ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് ബേസിക്കലി ഒന്നുമില്ല സംഭവം. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെ ജസ്റ്റ് ഒരു യൂസർ നെയിം നമ്മൾ പേയ്പാലിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ ക്ലയൻസിനോ കസ്റ്റമേഴ്സിനോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു PayPal.me ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിൽ ക്വിക്ക് ലിങ്ക്സിൽ നമുക്ക് PayPal.me എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് PayPal.me പ്രൊഫൈൽ അടിക്കാം. നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മുടെ പേര് കാണിച്ചിട്ടുണ്ട്, അതിന് താഴെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി അവർ കാണിക്കും. അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേഴ്സണൽ യൂസർ നെയിം വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ PayPal.me/ നമ്മൾ നൽകിയിട്ടുള്ള നെയിം അങ്ങനെ വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈവസി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം അത് അഗ്രി ചെയ്യാം. അതിനായിട്ട് ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അഗ്രി ആൻഡ് ക്രിയേറ്റ് ബട്ടൺ അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്കിത് ഷെയർ ചെയ്ത് ക്ലയൻസിൻ്റെ അടുത്തുനിന്നോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നോ ഇമ്മീഡിയറ്റ്ലി പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പേജിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് കാണാം GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി GST ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫേം ഇമെയിൽ അഡ്രസ്സിൻ്റെ താഴെ സി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ ID കാണാനായിട്ട് സാധിക്കും. അവിടെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിക്ക് താഴെയായിട്ട് കൺഫേം ദിസ് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മളിത് പ്രൈമറി ഇമെയിൽ അഡ്രസ്സായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ഇമെയിൽ അയച്ചിട്ടുണ്ട്, നമുക്കത് വെരിഫൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യാം. അതിനകത്ത് പേപ്പാലിൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ ഇത് വെരിഫൈ ആവുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. നമുക്കിനി കൺഫേം യുവർ ഐഡൻറ്റിറ്റിക്ക് താഴെ സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പർപ്പസ് കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഓൾറെഡി നൽകിയിട്ടുള്ളത് കൊണ്ട് ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ബാങ്ക് ഓപ്ഷൻ അടിക്കാം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണിത്. അപ്പോൾ പേപ്പാൽ ത്രൂ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമുക്ക് അയക്കുന്ന പേയ്മെൻറ്റ്സ് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആവേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ നമ്മൾ നൽകാനായിട്ട് പോകുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ അടിക്കാം. അതിനുശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ പേപ്പാൽ അത് വെരിഫൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ ആണോ നൽകുന്നതെന്ന് വെച്ചാൽ അടുത്ത 3-5 ബിസിനസ് ഡേയ്സിനകത്ത് പേപ്പാൽ നിങ്ങളുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെറിയ 2 ഡെപ്പോസിറ്റ്സ് ചെയ്യുന്നതാണ്. പേപ്പാൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത 2 ചെറിയ എമൗണ്ട്സ് അത് കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ വീണ്ടും പേപ്പാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവുന്നത്. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗോ ടു വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇനി നമുക്ക് ലിങ്ക് എ ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ IFSC കോഡ് അല്ലെങ്കിൽ ബാങ്ക് നെയിം വെച്ചിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ IFSC കോഡാണ് എൻ്റർ ചെയ്യുന്നത്. ബാങ്ക് IFSC കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പോലെ അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ബിസിനസ് അതുപോലെ തന്നെ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴെ നമുക്ക് ഒരു വാർണിംഗ് തരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ പ്രോപ്പറായിട്ട് ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ലിങ്ക് യുവർ ബാങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ₹1.50 താഴെയുള്ള ഒരു ഡെപ്പോസിറ്റാണ് അവർ 2 തവണയായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ബാങ്ക് SMS നിന്നോ എടുത്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, അത് വെരിഫൈ ആവുന്നതാണ്. നമുക്കിത് ഓക്കെ കൊടുക്കാം. ഇപ്പം നമുക്ക് കാണുന്ന പോലെ ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിന് താഴെ കൺഫർമേഷൻ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലിന് മുകളിലായിട്ട് കാണുന്നത്.
അപ്പോൾ പേയ്പാലിൻ്റെ ഈ ഒരു 2 ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കൺഫേം ബാങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ എമൗണ്ട്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇത് വെരിഫൈ ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി പേയ്പാലിൽ നിന്നുള്ള 2 ഡെപ്പോസിറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് പേ ആൻഡ് ഗെറ്റ് പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാങ്ക്സ് ആൻഡ് കാർഡ്സ് അടിച്ചു കൊടുക്കാം. ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിന് താഴെയായിട്ട് കൺഫർമേഷൻ പെൻഡിങ് സ്റ്റാറ്റസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. നമുക്കിവിടെ കൺഫേം ബാങ്ക് അടിക്കാം. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇതിൻ്റെ താഴെ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത് യെസ് കാണാം. നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ പേയ്മെൻറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ റിസീവ് ചെയ്ത നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് വന്നിട്ടുള്ള 2 ഡെപ്പോസിറ്റ് എമൗണ്ടും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് SMS-ൽ നിന്നോ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ആ 2 എമൗണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു, കൺഫേം അടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പേയ്പാൽ അക്കൗണ്ട് ആക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.